കഴിഞ്ഞ 7 മാസങ്ങളായി അത് ധ്യാനിക്കാനുള്ള കൃപ നമുക്ക് പകർന്നല്ലോ. ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിന്റെ അടക്ക ശുശ്രൂഷയെ കുറിച്ചാണ്. യേശു കർത്താവിനെ അടക്കതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നാം ധ്യാനിക്കുവാൻ പോവുകയാണ്. പ്രാരംഭമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വാഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. യേശു കർത്താവിന്റെ ജനനത്തിന് മുമ്പ്, സംവത്സരങ്ങൾക്ക് മുമ്പ് യെശയ്യാവിന്റെ ലേഖനത്തിൽ 53-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ച ആളാണ്. അതുപോലെ തന്നെ മരണത്തെ കുറിച്ചും അടക്കത്തെ കുറിച്ചും എഴുത്താനത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. 53-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധയേറിയ ഒരു പദം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. യേശു കർത്താവിന്റെ ജനനത്തിൽ ഹല്ലേലൂയ അവൻ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ഒരു കുറുപ്രാവിനെ പോലും യാഗമായി കഴിപ്പാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എഫ്രൈം മലനാട്ടിലെ ഹല്ലേലൂയ മറിയയുടെ ഉദരത്തിലാണ് യേശു കർത്താവ് ജനിച്ചത്. ഒരു പാവം പൂർ ഫാമിലിയിലാണ് യേശു കർത്താവിന്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ച് വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നപ്പോൾ അവർ ചിന്തിച്ചത് യേശു കർത്താവ് നിശ്ചയമായും ജനിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടായതുകൊണ്ട് അവൻ കൊട്ടാരത്തിലായിരിക്കും ജനിക്കുന്നു എന്നുള്ളത് ആ വിദ്വാൻമാർ വരെ ഉറപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലല്ല ജനിച്ചത്, അവനൊരു പുൽത്തൊട്ടിയിലാണ് ഹല്ലേലൂയ ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. ബേത്ലഹേമിൽ പട്ടണത്തിൽ ഹല്ലേലൂയ അവൻ ജനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. എന്നാൽ യേശു കർത്താവ് അടക്കപ്പെട്ടത് സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. ജനനം ദാരിദ്ര്യത്തിലായിരുന്നെങ്കിൽ മരണത്തിന്റെ ശേഷം അടക്കം സംഭവിച്ചത് സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്ഥ്യയിലെ യോസഫ് അവന്റെ ശരീരം എടുത്തു. ശ്രദ്ധിക്കുക, യേശു കർത്താവിനെ പിടിച്ച ആ നിമിഷം മുതൽ യോഹന്നാനും പത്രോസ് അകലം വിട്ടു പിടിച്ചെന്ന് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ അരമനയ്ക്കകത്ത് വരെ കയറി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ 12 അപ്പോസ്തലന്മാർ തന്നോട് കൂടി നടന്ന് ഭൂതങ്ങളെ പുറത്താക്കി ശുശ്രൂഷ കൈമാറിയ അപ്പോസ്തലന്മാർ അവരുടെ ഭയപ്പെട്ട് ചിതറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരൊറ്റ ശിഷ്യന്മാർ പോലും അടുത്തില്ലാതെ വണ്ണം യേശു ക്രൂശിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാർ ചിതറിപ്പോകുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ മാത്രമായിരുന്നു യേശു കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ പഠിച്ചിട്ടുണ്ട്. പത്രോസ് ഉൾപ്പെടെയുള്ളവർ അകലം വിട്ട് പിടിച്ചു. കാരണം ഒരു ഭയം അവരെ വ്യാപരിപ്പാനായിട്ട് ഇടയായിരുന്നു. തങ്ങൾക്കും തങ്ങളെയും ക്രൂശീകരിക്കുമോ എന്നുള്ളൊരു ഭയം അവരുടെ അകത്ത് ഉളവായതുകൊണ്ടാണ് അവർ അകലം വിട്ട് പിൻചെല്ലുകയും ചിലർ ചിതറിപ്പോവുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശു കർത്താവിന് 70 മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഇതിൽ ഏകദേശം 600 പരം ആൾക്കാർക്ക് യേശു കർത്താവ് പ്രത്യക്ഷനായി എന്ന് കാണുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് ചില രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ രഹസ്യ ശിഷ്യന്മാരിൽ ഒരാളാണ് അരിമത്ഥ്യക്കാരനായ യോസഫ്. രണ്ടാമത്തെ ആളാണ് നമുക്ക് പരിചയമുള്ള ആളാണ് നിക്കോദിമോസ്. ഇവരാരും പ്രത്യക്ഷത്തിൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരായി കർത്താവിനോടൊപ്പം നടക്കുന്നതായി ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു, കർത്താവുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് അരിമത്ഥ്യക്കാരനായ യോസഫ്. ആരായിരുന്നു യോസഫ്? ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ അരിമത്ഥ്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായ നല്ലവരും നീതിമാനും ദൈവരാജ്യം കാത്തിരുന്നവരുമായ യോസഫ് എന്നൊരു മന്ത്രി എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു സാധാരണ ശിഷ്യനായിരുന്നില്ല, അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും, അതായത് യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അവൻ അനുകൂലമല്ലാതെ ഒരു രഹസ്യ ശിഷ്യനായി യേശുവിനെ പിന്തുടരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ,
വന്നപ്പോൾ ഒരു അടക്കം ഉണ്ടായപ്പോൾ, ഒരു ക്രൂശീകരണം ഉണ്ടായപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാരൊന്നും അവിടെ പ്രത്യക്ഷരാകുന്നില്ല. എന്നാൽ രഹസ്യത്തിലിരുന്ന ശിഷ്യന്മാർ, മുമ്പന്മാർ പല പിമ്പന്മാരും മുമ്പന്മാരുമാകുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ രഹസ്യത്തിലിരുന്ന ശിഷ്യന്മാരൊക്കെ വെളിയിൽ വന്ന് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ടിടയായിത്തീർന്നു. അവർ രണ്ടുപേരാണ് യോസഫ് നിക്കോദിമോസും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിക്കോദിമോസ് ഒരു മന്ത്രിയായിരുന്നു. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നിക്കോദിമോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ശ്രേഷ്ഠ മന്ത്രി എന്നാണ്. അപ്പോൾ ഒരു ചെറിയ പോസ്റ്റ് അല്ലായിരുന്നു യോസഫിന് ഒരു ഉയർന്ന പോസ്റ്റ് ആയിരുന്നു, ഒരു ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു അദ്ദേഹം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ 57-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാനും താൻ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ വന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ യോസഫിനെ കുറിച്ച് അവിടെ പഠിക്കുവാനുണ്ട്. ഒന്ന്, ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. രണ്ട്, മഹാപുരോഹിതന്മാരുടെ സഹോദരി സംഘത്തിൽ 40 പേരടങ്ങുന്ന സഹോദരി സംഘത്തിലെ ഒരു പ്രധാനിയായ മനുഷ്യനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു. യെരൂശലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ പടിഞ്ഞാറായിട്ടാണ് അരിമത്ഥ്യ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അരിമത്ഥ്യ പട്ടണക്കാരനായ ഒരാൾക്ക് യെരൂശലേമിൽ ഒരു കല്ലറ പണിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കല്ലറ പണിയുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ധനവാനായിട്ടുള്ള മനുഷ്യനായിരുന്നു. ധനവാന്മാരായിട്ടുള്ള രാജാക്കന്മാർ, പ്രഭുക്കന്മാർ അവർ തങ്ങളുടെ മരണശേഷം തങ്ങളെ അടക്കുവാൻ പ്രത്യേകമായ പണം മുടക്കി നല്ല രീതിയിലുള്ള കല്ലറകൾ പണിയാറുണ്ട്. അരിമത്യക്കാരനായ യോസഫ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 20 മൈൽ യാത്ര ചെയ്ത് യെരൂശലേമിൽ യേശു കർത്താവിന്റെ മരണത്തിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലറ പണിതിടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പദ്ധതി ഒന്ന് നോക്കണമേ. നമ്മൾ ആ ഭാഗത്തേക്ക് സമയമുണ്ടെങ്കിൽ വരാം. ഹല്ലേലൂയ. അവൻ സന്നിധി സംഘത്തിലെ 40 പേരടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി മെമ്പറായിരുന്നു, ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവം അവനെ പ്രത്യേകമായി യേശു കർത്താവിന്റെ അടക്ക ശുശ്രൂഷയ്ക്കായും തന്റെ സ്വന്തം കല്ലറ വിട്ടുകൊടുത്ത് സമ്പന്നന്മാരോടുകൂടെ അടക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ പ്രവചന നിവർത്തിക്കായും ഉപയോഗിച്ച യോസഫ് എന്ന വ്യക്തി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവകാലങ്ങൾക്ക് മുമ്പേ ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. എല്ലാവരും ചുതറിപ്പോയപ്പോൾ, മറഞ്ഞിരുന്നപ്പോൾ, ചിലർ അവിശ്വസ്തരായി മാറിയപ്പോൾ വിശ്വസ്തരായി നിൽക്കുവാൻ മറഞ്ഞിരുന്ന ചിലരെ ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ദൈവത്തിൽ ദൈവം തെരഞ്ഞെടുത്ത പലരും പിന്നത്തെ ദൈവത്തിന്റെ കൃപ വിട്ടുപോയി അന്യപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഏലി ഒരു കാലത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ടവനാണ്. ശമൂവേൽ ചോദിക്കുന്ന സമയത്ത് നീ ദൈവമായിരിക്കുന്നതിനോട് സംസാരിച്ചതെന്ന് ഏലി പറയാൻ കാരണം ഏലിയോട് പല പ്രാവശ്യം ദൈവം ആ നിലവാരത്തിൽ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഏലിയും തന്റെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും ഒക്കെ ദൈവത്തിന്റെ കൃപ വിട്ടുപോയപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അവിശ്വസ്തത കാണിച്ചു നിമിത്തം ദൈവം അവരെ നീക്കിക്കളഞ്ഞിട്ട് ഒരു ചെറിയ ബാലനെ എഴുന്നേൽപ്പിച്ച് പ്രവചന ശബ്ദം അവനെ നാവിൽ കൊടുത്ത് ദാൻ മുതൽ ബേർശേബ വരെ മാനിക്കപ്പെട്ട പ്രവാചകനായി ശമൂവേലിനെ ദൈവം ചെറിയ ബാലകനായിരിക്കുമ്പോൾ തന്നെ ഉയർത്തുന്നത് കാണാൻ കഴിയും. ഒരാൾ അവിശ്വസ്തനായി തീർന്നപ്പോൾ, ഒരു ഗ്രഹം അവിശ്വസ്തനായി തീർന്നപ്പോൾ ഒരു ചെറിയ പൈതലിനെ പ്രവാചകനായി നിയമിക്കുന്ന ഒരു ദൈവം. നാം അവിശ്വസ്തരായി തീർന്നാൽ, ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ, പിന്തിരിഞ്ഞോടിപ്പോയാൽ, ചിലപ്പോൾ ദൈവം നമ്മെ ഒഴിവാക്കിയിട്ട് മറ്റു ചിലരെ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. ശൗലിനെ ദൈവം തിരഞ്ഞെടുത്ത് അങ്ങനെയാണല്ലേ? ശൗലിന്റെ സാമാനങ്ങളുടെ ഇടയിൽ നിന്ന് പൊക്കമുള്ളവനെ, സൗന്ദര്യമുള്ളവനെ തിരഞ്ഞെടുത്ത് ദൈവം അഭിഷേകം ചെയ്തു ശമൂവേലിൽ കൂടെ. എന്നാൽ അവൻ ദൈവകൃപ വിട്ടുപോയപ്പോൾ പൊക്കമുള്ളവനെ അന്വേഷിച്ച് ദൈവം പോയില്ല, പണമുള്ളവനെ അന്വേഷിച്ച് ദൈവം പോയില്ല, സൗന്ദര്യമുള്ളവനെ അന്വേഷിച്ച് ദൈവം പോയില്ല. ഒരു ഇടയച്ചക്കനായിരുന്ന അപ്പനും അമ്മയും ഉപേക്ഷിച്ച് സഹോദരന്മാർ തള്ളിക്കളഞ്ഞ് കാട്ടിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ, ഒരു ഇടയച്ചക്കനെ ദൈവം രാജാവായി എഴുന്നേൽപ്പിച്ചു.
അവനോട് പറഞ്ഞു, എന്നാൽ മോശം ചെയ്തു, പാറയെ അടിച്ചു. നഷ്ടമായെന്താണ്? കനാൻ അവന് നഷ്ടമായി തീർന്നുവാൻ ഇടയായി തീർന്നു. ഏലിയാവിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഏലിയാവ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവിന് പറഞ്ഞു, നിന്നോട് ആരാ അങ്ങനെ പറഞ്ഞത്? നീയല്ലേ അങ്ങനെ ചിന്തിക്കുന്നത്? അവനെ ബാലിന് മുമ്പിൽ മുട്ടുമടങ്ങാത്ത, അവനെ ചുംബനം ചെയ്യാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെന്ന. ആരോഗ്യം നമ്മളില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നൊക്കെയാ നമ്മുടെ അകത്തെ ചിന്ത. എന്നാൽ അതിനെ പൊളിച്ചുകൊണ്ട് ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഏലിയാവേ, നീ ഉള്ളതാണ് നീ ചിന്തിച്ചിരിക്കുന്നത്. 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുക. നിന്നെ പോലെ ഉപയോഗിക്കുവാൻ എനിക്ക് അവരെ കഴിയും. ആരോഗ്യം നീ തയ്യാറായി നിന്നില്ലെങ്കിൽ 7000 ഏലിയാവുമാർ ഇറങ്ങുമെന്ന്. ആരോഗ്യ ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ശേഷിപ്പിച്ച് ആരോഗ്യം നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യ ഈ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയപ്പോൾ ആരോഗ്യ പരിചയമില്ലാത്ത മറഞ്ഞിരുന്ന ആരോഗ്യ അരിമത്യക്കാരനായ യോസഫിനെയും ആരോഗ്യ അതുപോലെ നിക്കോദിമോസിനെയും കർത്താവ് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആരോഗ്യ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ ഇരുത്തോട് ഇരിക്കുന്നു. അവൻ അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. ഏത് രാജ പൊസിഷനിലുള്ളവരെയും ഏത് ശ്രേഷ്ഠ മന്ത്രിയെയും ആരോഗ്യ അവന്റെ ചിന്തകളെ അനുകൂലമാക്കി ദൈവത്തിന്റെ പദ്ധതിക്കായി വേർതിരിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ശ്രേഷ്ഠ മന്ത്രിയായിരുന്നവരെ, സന്നിധി സംഘത്തിലുണ്ടായിരുന്നവരെ, രഹസ്യ ശിഷ്യനായിരുന്നവരെ അവൻ മാത്രമേ ഉള്ളൂ അവസാനം യേശു കർത്താവിന്റെ ശരീരം ഏറ്റെടുക്കുവാനായിട്ടുണ്ടായിരുന്നത്. സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലനാളായ ഒരുക്കനാളിൽ ആകമുണ്ട്. യേശു കർത്താവ് മരിക്കുന്നത് ഇന്ത്യൻ സമയം 3 ഉച്ചകഴിഞ്ഞ് 3 മണി സമയത്താണ് യേശു കർത്താവ് മരിക്കുന്നത്. ഏകദേശം 6 മണി കഴിയുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശബത്തിന്റെ ഒരുക്കനാൾ ക്രമീകരണങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഈ 6 മണിക്ക് മുമ്പായി ഈ ക്രൂശിൽ കിടക്കുന്ന ശവശരീരം എടുത്തുകൊള്ളപ്പെടണം എന്ന് അവരുടെ ഇടയിൽ ഒരു നിയമം ഉണ്ടായിരുന്നത്, റിസീവ് ചെയ്യണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ അരിമത്യക്കാരനായ യോസഫ് പീലാത്തോസിന്റെ അടുത്ത് ഇത് സംസാരിക്കുവാനായി ചെല്ലുന്നത്. ശ്രദ്ധിക്കുക, ഈ ക്രൂശീകരണ സമയത്ത് ഈ ശവശരീരം ക്രൂശിന്മേൽ കിടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് റിസീവ് ചെയ്യാൻ ആരുമില്ലാതിരുന്നാൽ എന്താ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഈ സാധാരണ നമ്മുടെ വിശ്വാസത്തിലേക്കൊക്കെ വന്ന സമയത്ത് പെന്തക്കോസ്തിൽ വരുവാൻ അനേക ആൾക്കാർ മടിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴെല്ലാം പണ്ട് നമ്മളൊക്കെ വിശ്വാസം വരുന്ന ഒരു സമയത്ത് മടിച്ചിരുന്ന ഒരു സമയമുണ്ട്. അവർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എവിടെ അടക്കും? നമുക്ക് ചിന്തിക്കണം, ഇവിടെ ഞങ്ങളുടെ ഭാഷ നിങ്ങളാണെങ്കിൽ മരിച്ചനാണെങ്കിൽ ഞങ്ങൾ എവിടെ അടക്കിക്കോളാം. നമ്മളങ്ങനെ പറയുമെങ്കിലും ഇതൊരു വിഷയമുള്ളൊരു കാര്യമാണ്. ഒരു മരണം നടന്നു കഴിയുമ്പോഴാണ് മരിച്ച ആൾക്ക് ബുദ്ധിമുട്ടില്ല, അദ്ദേഹം പോയി. പക്ഷേ മരിച്ച ആളെ കൂടെ നിൽക്കുന്ന ബന്ധുമിത്രാദികൾക്ക് എവിടെ അടക്കുമെന്നൊരു ചിന്ത വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അനേക വ്യക്തികൾ പെന്തക്കോസ്തിലേക്ക് വരുവാൻ മടിച്ചു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് സെക്രട്ടറിയായി, നമുക്ക് സാമ്പത്തികമായി നാം ഉയർന്നു, ചർച്ചകളായി, ഇങ്ങനെയുള്ള അനേക ആൾക്കാർ വന്നു തുടങ്ങി. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അടക്കത്തിന് വേണ്ടി ആ കാര്യങ്ങൾ എങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ട്. യേശുവിനെ സംബന്ധിച്ച് നോക്കുക, യേശു കർത്താവിന്റെ ശരീരം ഈ 12 അപ്പോസ്തലന്മാർ റിസീവ് ചെയ്യുവാൻ വന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ യേശു കർത്താവിന്റെ ക്രൂശിന് അരികെ ഉണ്ടായിരുന്നു. അമ്മയെ ഏൽപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും യോഹന്നാനെ കാണുന്നില്ല അവിടെ, അല്ലെ? യേശു കർത്താവിന്റെ ശരീരം ആരാണ് റിസീവ് ചെയ്യുന്നത്? ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ രക്തം
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സമയം പോയല്ലോ. ഹല്ലേലൂയ. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അരിമത്ഥ്യയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. രഹസ്യ ശിഷ്യനായിരുന്നു, ആരും അറിയാതെ സന്നിഹിതരി സംഘത്തിൽ നിന്ന്, മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കമ്മിറ്റി കാത്തിരുന്ന മനുഷ്യനാണ്. പക്ഷേ യേശു കർത്താവ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടായി. ഹല്ലേലൂയ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, ഈ സംഘത്തിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടാലും, മഹാപുരോഹിതന്മാർ എനിക്കെതിരെ തിരിഞ്ഞാലും, അവന്റെ ശരീരം റിസീവ് ചെയ്യേണ്ടതിനായി, എന്റെ കല്ലറയിൽ വെക്കേണ്ടതിനായി ഞാൻ പോകുമെന്ന് ഒരു ധൈര്യം അവനുണ്ടായി. അതുകൊണ്ടാണ് യോഹന്നാൻ 4:18 വാക്യത്തിൽ പറയുന്നത്, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ബന്ധനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. യേശു കർത്താവുമായി വ്യക്തിപരമായ ഒരു തികഞ്ഞ സ്നേഹം അവനുള്ളതുകൊണ്ട് അവന് ഭയമില്ലായിരുന്നു. ആരെയും ഭയമില്ലാതെ തനിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കല്ലറ വിട്ടുകൊടുക്കുക, ആ ശരീരം റിസീവ് ചെയ്യുവാൻ, പീലാത്തോസിനോട് ഗവർണറോട് സംസാരിക്കാൻ അവന് ധൈര്യമുള്ളവനായി തീർന്നു. ഇതിലൊരു ആത്മീക മർമ്മങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമയം വേഗത്തിൽ പോകുന്നല്ലോ. ഹല്ലേലൂയ. തല ക്രിസ്തുവാണ്, ശരീരം സഭയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, തല ക്രിസ്തുവും ശരീരം സഭയുമാണ്. ഇങ്ങനെ ശരീരത്തെ റിസീവ് ചെയ്യാൻ അർത്ഥം സഭയുടെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. അതാണ് അനിരുദ്ധക്കാരനായ യോസഫ് ചെയ്തത്. യേശുവിന്റെ ശരീരത്തെ റിസീവ് ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്വന്തം കല്ലറ വിട്ടുകൊടുത്തവന്റെ പേര് 4 സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. അനിരുദ്ധക്കാരനായ യോസഫ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും വിലപെടുത്തുന്നുണ്ടെങ്കിൽ, അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. മാനിക്കേണ്ട ഇടങ്ങളിൽ അവൻ മാനിക്കും. തലമുറകളെ അവൻ സംരക്ഷിക്കും. ഉയർപ്പിക്കേണ്ടതിനെ ഉറപ്പിക്കും. സഹായിക്കേണ്ടതിന് വേണ്ടി കരം നീട്ടും. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ അകത്ത് നിന്നെ മറയ്ക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ചിന്തകളാണ്. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ വിദേശ ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആളുകൾ ഒരു ചിന്ത ഞാൻ പറഞ്ഞോട്ടെ. ഈ ഭൂമിയിൽ ആളുകൾ തന്നോട് കൂടെ നടന്ന, തന്നോട് കൂടെ ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും വേണ്ടി താൻ നിയമിച്ച 12 അപ്പോസ്തലന്മാർ തങ്ങളുടെ ശരീരം റിസീവ് ചെയ്യാനായി കടന്നു വരാൻ, റിസീവ് ചെയ്യാനായി കടന്നു വരാതിരിക്കുമ്പോൾ ഒരു അടിമത്തിക്കാരനായ യോസഫ് ഹല്ലേലൂയ തന്റെ ശവശരീരത്തെ ഹല്ലേലൂയ തനിക്കുള്ള കല്ലറയിൽ വെക്കാൻ അനുവാദം കൊടുത്തെങ്കിൽ ഞാനൊരു ചോദ്യം എന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ എഴുന്നേറ്റവൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ അടിമത്തിക്കാരൻ യോസഫിനെ കൈവിടുമോ? തനിക്ക് ഭൂമിയിൽ തന്റെ ഭൗതിക ശരീരം വെക്കപ്പെടാനായി കല്ലറ വിട്ടുകൊടുത്തവന് വേണ്ടി സ്വർഗ്ഗത്തിൽ അവൻ സ്ഥലമൊരുക്കാതിരിക്കുമോ? ഹല്ലേലൂയ. വിശ്വസിക്കട്ടെ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. സമയം പോയല്ലോ. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. Praise the Lord. തിരുവേശ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആർക്കാണ് ഹല്ലേലൂയ ഈ മെസ്സേജിൽ പങ്കാളികളാകുവാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക്, അതല്ല പരിശുദ്ധാത്മാഭിഷേകത്തിനായി കൊതിയോടെ ആയിരിക്കുന്നവർക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കഴിയും. സാമുദായിക സഭകൾ പഠിപ്പിക്കുന്നത് പോലെ നമുക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. സാമുദായിക സഭകൾ പഠിപ്പിക്കുന്നത് പോലെ ഈ അപവീതികൾ കർത്താവിന്റെ ശരീരമായോ രക്തമായോ പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പകരം ഇത് കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിക്കുമോ? കർത്താവ് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ, പരാജയങ്ങളെ ഒക്കെ ഒന്ന് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഹല്ലേലൂയ ഏൽപ്പിച്ച് ഉപേക്ഷിച്ചാട്ടെ. അല്പസമയം ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണങ്ങൾ പോലെ
നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിൽ ഹല്ലേലൂയ കുഞ്ഞാട് യാഗമായി തീർന്നു. ഹല്ലേലൂയ, ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. രക്ഷിതാവിനെ കാൺക ഭാവി, രക്ഷിതാവിനെ നിന്റെ